ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി വരാൻ പോകുന്ന PSCയുടെ ഓരോ എക്സാമിനും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2024ലെയും 25ലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ, ഫ്രാൻസ് പ്രസിഡന്റ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2025 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. 2025 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? പ്രബോവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആണ് 2025 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസേപ്പ്. മെഡിസേപ്പ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. അപ്പോൾ 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. 2024 നടന്ന 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. OR കേളു ആണ് നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാംസ്കാരിക യുവജനകാര്യമന്ത്രി. കേരള സാംസ്കാരിക യുവജനകാര്യമന്ത്രി ആരാണ്? സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള സാംസ്കാരിക യുവജനകാര്യമന്ത്രി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ M ഷാജർ. ശ്രീ M ഷാജറാണ് കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് OR കേളു. കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ. കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ M ഷാജർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്? ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്? ബോയിങ് സ്റ്റാർലൈനർ. ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിലാണ് ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. 62 മണിക്കൂർ 6 മിനിറ്റാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടന. 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടന ഏതാണ്? നിഹാൻ ഹിഡാൻക്യോ. നിഹാൻ ഹിഡാൻക്യോയാണ് 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടന. 11ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻകാങ്. ഹാൻകാങ് ആണ് 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി. അപ്പോൾ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് നാസയുടെ ഏത് പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് എന്ന് ചോദിച്ചാൽ ബോയിങ് സ്റ്റാർലൈനർ. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നതെന്ന് ചോദിച്ചാൽ 62 മണിക്കൂർ 6 മിനിറ്റ്. 2024 സമാധാന നൊബേൽ ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ. 2024 സാഹിത്യ നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 25ാമത് RBI ഗവർണർ. ഇന്ത്യയുടെ 25ാമത് RBI ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആയിരുന്നു ഇന്ത്യയുടെ 25ാമത് RBI ഗവർണർ.
ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയായിരുന്നു സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇന്ത്യയുടെ 25ാമത് RBI ഗവർണർ ചോദിച്ചാൽ ശക്തികാന്ത ദാസ്. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 16ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ലോക ജലദിന പ്രമേയം. 2024 ലോക ജലദിന പ്രമേയം എന്തായിരുന്നു? ജലം സമാധാനത്തിന്. ജലം സമാധാനത്തിന് എന്നതാണ് 2024 ലോക ജലദിന പ്രമേയം. 17ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ലോക ജലദിന പ്രമേയം. 2025 ലോക ജലദിന പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. ഹിമാനി സംരക്ഷണം എന്നതാണ് 2025 ലോക ജലദിന പ്രമേയം. 18ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്തായിരുന്നു? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 19ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയം. അപ്പോൾ 2024 ലോക ജലദിന പ്രമേയമാണ് ജലം സമാധാനത്തിന്. 2025 ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2025 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. നോവൽ ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. കൃതി ചോദിച്ച ജീവിതം ഒരു പെൻഡുലം. 21ാമത്തെ ക്വസ്റ്റ്യൻ. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ. നോവൽ കാട്ടൂർക്കടവ്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ. നോവൽ കാട്ടൂർക്കടവ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. NS മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. SK വസന്തനാണ് 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. നോവൽ ജീവിതം ഒരു പെൻഡുലം. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ. നോവൽ കാട്ടൂർക്കടവ്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് K അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 25ാമത്തെ ക്വസ്റ്റ്യൻ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണെന്ന കൃതിക്ക് PN ഗോപികൃഷ്ണനാണ് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2024 54ാമത്
ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്